Hello everyone, welcome back to a new video. So in this video we'll be talking about the poem Please Come O Flood by Asha Lada, which comes under MAS4 Kerala Culture and Literature. So a little bit about the poet. She's a Malayalam poet and translator who holds a PhD from Calicut University. Her poetry collection include Kadal Pacha and Ella Uduppum Azhikkumbo. And she is also a translator. She has translated works such as Chitra Girivan, Agola Valkaranam, Asamtrithigalam, Sambhashanangal, Aadinte Virunnu, which won the Kerala Sahitya Academy Award for Translation in 2010. So the poem that we are going to study, Please Come O Flood, was published on 7th September 2020 on the Modern Literature website. And the characters that she takes is from the Malayalam romance movie Chemmeen, which was released in 1966, which was a movie adaptation of the novel of the same name written by Thagazhi Shivashankara Pillai. Okay, so let's start the poem. Come, let's sit in the shade of the boat, Pariyakutty invited. Karthamma maintained her posture, looking down, just like in the film poster. The pot to carry water remained in her hand. She wore a polka dot blouse, cleavage showing, biting her lower lip seductively. അപ്പോൾ ആദ്യം ഈ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ക്യാരക്ടേഴ്സിനെ കാണാൻ പറ്റും. പരീക്കുട്ടിയും കറുത്തമ്മയും ഞാൻ പറഞ്ഞതുപോലെ തന്നെ തകഴിയുടെ നോവൽ ചെമ്മീൻ എന്ന നോവലിലെ ക്യാരക്ടേഴ്സാണ്. അതുപോലെ തന്നെ 1966 ഇതൊരു മൂവി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കറുത്തമ്മ ഷീലയാണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പരീക്കുട്ടി ആയിട്ട് മധുവാണ് വരുന്നത്. സോ ഈ ഒരു ക്യാരക്ടേഴ്സിനെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ പരീക്കുട്ടി പറയാണ് എന്താണ് ലവറാണ് കറുത്തമ്മയുടെ. അപ്പോൾ പരീക്കുട്ടി പറയാണ് നമുക്ക് ഈ ഒരു കപ്പലിൻ്റെ സൈഡിൽ ഇരിക്കാമെന്ന് പറയാണ്. പക്ഷെ കറുത്തമ്മ പോകുന്നില്ല. കറുത്തമ്മ അവിടെ തന്നെ നിൽക്കുകയാണ്. എങ്ങനെയാണോ ഫിലിം പോസ്റ്ററിൽ നിൽക്കുന്നത് അതേ ഒരു പോസ്റ്ററിലാണ് കറുത്തമ്മ നിൽക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ അതെന്താണെന്നും ആ ഒരു ഡിസ്ക്രിപ്ഷനും പറയുന്നുണ്ട്. എങ്ങനെയാണ് കയ്യിലൊരു വെള്ളമുണ്ട്, അതുപോലെ തന്നെ കയ്യിൽ തന്നെ വെച്ചിരിക്കുകയാണ്. ഒരു പോൾക്ക ഡോട്ടുള്ള ബ്ലൗസാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ അതിലൂടെ നമുക്ക് ആ ഒരു ക്ലീവേജും കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഷീ ഈസ് ബൈറ്റിംഗ് ഹർ ലോവർ ലിപ്പ് ഇൻ എ വെരി സെഡക്റ്റീവ് മാനർ. അപ്പം അങ്ങനത്തെ രീതിയിൽ ഒരു വിമൺ ഒബ്ജക്റ്റിഫിക്കേഷൻ നമുക്ക് ഓൾറെഡി കാണാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ആൻസർ. As it is said in the theories on gaze, the male gaze relentlessly traveled down. Parikutti's fish-hooking eyes became Marcus Berkeley's camera that kept executing tilts up and tilt downs. അപ്പോൾ ഇവിടെ പറയുന്നത് ഇങ്ങനെ സെഡക്റ്റീവായിട്ട് ഇങ്ങനെ കറുത്തമ്മ നിൽക്കുന്നു എന്നൊന്നും, അതുപോലെ തന്നെ മെയിൽ ഗേസ് പരീക്കുട്ടിയുടെ കണ്ണുകളെ വിശേഷിപ്പിക്കുന്നത് ഫിഷ് ഹുക്കിംഗ് ഐസ് ആയിട്ടാണ്. അപ്പോൾ പരീക്കുട്ടി ആ സിനിമയിലെ ക്യാമറമാനായിട്ടുള്ള മാർക്കസ് ബഡ്ലിയുടെ ക്യാമറ എങ്ങനെയാണോ ആ ഒരു സീനിൽ കറുത്തമ്മയുടെ തല തൊട്ട് കാല് വരെ എടുത്തത്, അതുപോലെ തന്നെയാണ് പരീക്കുട്ടിയുടെ കണ്ണുകളും കറുത്തമ്മ ഇപ്പോൾ നോക്കി കാണുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റാൻസിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ് ദ തിയറി ഓഫ് മെയിൽ ഗേസ്. ഇതൊരു ഫെമിനിസ്റ്റ് തിയറിയാണ്. ബ്രിട്ടീഷ് ഫിലിം തിയറിസ്റ്റ് ആയിട്ടുള്ള ലോറ മൽവി അവരുടെ 1973 എസ്സേയിൽ പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. എസ്സേയുടെ പേര് വിഷ്വൽ പ്ലഷർ ആൻഡ് നെറേറ്റീവ് സിനിമ എന്നാണ്. അപ്പോൾ ഇതിൽ അവരെ പോപ്പുലറൈസ് ചെയ്തൊരു ടേമാണ് മെയിൽ ഗേസ്. മെയിൽ ഗേസ് എന്ന് പറയുന്നത് സിനിമകളിൽ പ്രത്യേകിച്ചും ഒരു വിമൺ പോർട്രേയിൽ നമുക്കിപ്പോൾ ഏത് സിനിമയിൽ എടുത്ത് നോക്കിയാലും ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഒരു ഫുൾ ഒബ്ജക്റ്റിഫിക്കേഷൻ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അതായത് നായിക അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ക്യാരക്ടർ ആരും തന്നെ കയറി വരുന്ന ഒരു സമയത്ത്, ഇൻട്രൊഡക്ഷൻ സീനിൻ്റെ സമയത്ത് അവരുടെ ഒരു ഫുൾ സ്കേപ്പ് ഒരു ക്യാമറ ആംഗിൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. തല തൊട്ട് കാല് വരെ അവരിങ്ങനെ ഒരു സ്ലോ മോഷനിൽ അവരെ എടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ ഒരു നോട്ടം എന്ന് പറയുന്നത് മെയിൽ ഗേസായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണോ ഒരു മെയിൽ നോക്കിക്കാണുന്നത് അതുപോലെ തന്നെയാണ് ക്യാമറ ആംഗിളും ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എങ്ങനെയാണോ
മാർക്കസ് ബഡ്ലിയുടെ ക്യാമറ ആ സിനിമ എടുക്കുന്ന സമയത്ത് കറുത്തമ്മയുടെ പോസ്ചർ നോക്കിയത്, എങ്ങനെയാണ് ഒബ്ജക്റ്റിഫിക്കേഷൻ അവിടെ നടത്തിയത്, അതുപോലെ തന്നെയാണ് ഇപ്പോഴും പരിക്കുട്ടിയുടെ കണ്ണുകളും ആ ഒരു രീതിയിലാണ് കറുത്തമ്മയെ നോക്കിക്കാണുന്നത്. So the next answer, precisely at that moment the old man from Panopticon turned his observation camera towards the seashore. അപ്പം അടുത്ത സ്റ്റാൻസയിൽ എന്താണ്, ഒരു വയസ്സായ ഒരാളെ പറയുന്നുണ്ട്, അയാൾ ഇതെല്ലാം നോക്കി കാണുന്നുണ്ട്. എങ്ങനെയാണ്? ഒരു ഒബ്സർവേഷൻ ക്യാമറയെ പോലെ കടൽക്കരയിൽ നിന്നുകൊണ്ട് ഇതെല്ലാം നോക്കി കാണുന്നുണ്ടെന്ന് പറയുന്നു. ഇതിൻ്റെ അകത്ത് വേറൊരു തിയറി വരുന്നുണ്ട്, ദി ടേം കോൾഡ് പെനോപ്റ്റിക്കോൺ. അത് കൂടുതലും എന്താണ്, ഇംഗ്ലീഷ് ഫിലോസഫറും സോഷ്യൽ തിയറിസ്റ്റ് ആയിട്ടുള്ള ജെറമി ബെന്താമാണ് ഈ ഒരു ടേം കൊണ്ടുവരുന്നത്. ലേറ്റ് 18th സെഞ്ച്വറിയിലാണ്. ഇതിൻ്റെ ഒരു ഐഡിയ പറയുന്നത്, ഇപ്പോൾ ഒരു പ്രിസൺ എടുക്കുകയാണെങ്കിൽ, ഒരു സർക്കുലർ പ്രിസൺ എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, ഒരു വാച്ച് ടവറും കാണും, നടുക്കൊരു വാച്ച് ടവർ കാണും, അതിന് ചുറ്റും ഒരു സർക്കിൾ ഷേപ്പിലായിരിക്കും ആ ഒരു പ്രിസൺ ഉള്ളത്. അപ്പോൾ ശരിക്കും ഈ ഒരു വാച്ച് ടവറിൽ നിന്നുകൊണ്ട് ഒരാൾക്ക് 24/7 അവിടുത്തെ പ്രിസണേഴ്സിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും, ഒരു രീതിയിൽ സർവൈലൻസ് ക്യാമറ പോലെ. അപ്പോൾ ആ ഒരു ടേമാണ് പെനോപ്റ്റിക്കോൺ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ബിക്കംസ് എ സിമ്പിൾ ഓഫ് സർവൈലൻസ് ആൻഡ് പവർ ഡൈനാമിക് ഇൻ സൊസൈറ്റി. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർക്ക് മാത്രം ആ ഒരു പ്രിവിലേജ് ആണത്തുള്ളൂ, ഒബ്സർവ് ചെയ്യുക, സർവെയിൽ ചെയ്യാൻ. ബാക്കി എല്ലാവരും ആ ഒരു സർവൈലൻസിൻ്റെ അകത്ത് വരുന്നതാണ്. ദേ ഹാവ് ദിസ് ഫീലിംഗ് ഓഫ് ബീങ് വാച്ച്ഡ്. 1984 എന്നുള്ളൊരു ജോർജ് ഓർവെലിൻ്റെ നോവലിലും ഇതേ കോൺസെപ്റ്റ് പറയുന്നുണ്ട്, ദ ഫീലിംഗ് ഓഫ് ഹാവിങ് ബീങ് വാച്ച്ഡ് ബൈ സംവൺ കോൺസ്റ്റൻ്റ്ലി. അപ്പോൾ ആ ഒരു ടേമാണ് പെനോപ്റ്റിക്കോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാൻസയിലും ഓൾഡ് മാൻ പെനോപ്റ്റിക്കോൺ പോലെ തന്നെയാണ് ഇവരെ എന്താണ്, കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സർവെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ആൻസർ, സച്ച് wanton gaze on women you sob, God growled within and unleashed a northern wind and southern wind and then the westerly and easterly wind. അപ്പോൾ അടുത്ത ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നത്, ഈ ഒരു നോട്ടം, അതുപോലെ തന്നെ ഈ ഒരു വിമനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. അപ്പോൾ ഇതിന് ചോദിക്കാനായിട്ട് മനുഷ്യരല്ല, പക്ഷെ ദൈവമാണ് ഇതിനെ ചോദ്യം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതിനുശേഷം ദൈവത്തിൻ്റെ ആ ഒരു എന്താണ്, ഒരു റിബ്യൂക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഒരു ഡിവൈൻ അല്ലെങ്കിൽ കോസ്മിക് റിബ്യൂക്കായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഈ ഒരു കാറ്റ്, എല്ലാ ഡയറക്ഷനിൽ നിന്നും കാറ്റ് വരുന്നു എന്ന് പറയുന്നൊരു എന്താണ്, ഇമേജറി. സോ ഒരുപക്ഷെ ഇങ്ങനത്തെ രീതിയിലുള്ള സൊസൈറ്റൽ നോംസ്, ഈ ഒബ്ജക്റ്റിഫിക്കേഷൻ എല്ലാം തന്നെ നോർമലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാ സിനിമ എടുത്ത് നോക്കുമ്പോഴും ആ സീൻ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആർക്കും ഇതൊരു എന്താണ്, തെറ്റ് ആർക്കും ഇതിൽ കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇതിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യാനോ ചലഞ്ച് ചെയ്യാനോ ആർക്കും തോന്നുന്നില്ല എന്നാണ് അതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ ഇത് നോർമലൈസ്ഡ് ആയി പോകുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെതിരെ ചോദ്യം ചെയ്യാൻ മനുഷ്യരില്ല, അതുകൊണ്ട് തന്നെയാണ് ദൈവം ചോദ്യം ചെയ്യുന്നതെന്നും ഈ ഒരു കാറ്റിനെല്ലാം തന്നെ, ഈ എല്ലാ ഡയറക്ഷനിൽ നിന്നും കാറ്റിനെ അൺലീഷ് ചെയ്തുകൊണ്ട് ഇതൊരു എന്താണ്, ദൈവത്തിൻ്റെ ഒരു പ്രകോപനമാണെന്നും പറയുന്നുണ്ട്. ആൻഡ് ദെൻ the next stanza, that woman, she is also a hussy, thus all mountainous waves were sent forth to lash the seashore. It was thus that everything was drowned in a flood and the shore was carved away by the sea, unlike what these novelists say. അപ്പം എന്താണ് അടുത്ത സ്റ്റാൻസയിൽ പറയുന്നത്, സൊസൈറ്റി എന്തായിരിക്കും പറയുന്നത്, അവളും അത്ര മോശക്കാരിയൊന്നുമല്ല, അവളും ഇങ്ങനത്തെ രീതിയിലുള്ളൊരു എന്താണ്, മറ്റ് ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ള രീതിയിൽ സൊസൈറ്റിയും പറയും. സോ അഗെയിൻ ദ ബ്ലെയിം ഈസ് ഓൾവേസ് ഓൺ ദ വിമൻ. ഇപ്പോൾ പോപ്പുലറായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ, മെയിൻ സ്ട്രീം ലിറ്ററേച്ചറിലും നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു അഫെയർ നടക്കുന്ന സമയത്ത് രണ്ടുപേരെയും ഈക്വലായിട്ട് കുറ്റക്കാരായിട്ട് കാണാറില്ല. കൂടുതലും അവിടെ ഒരു കുറ്റം കൂടുതലും പറയുന്നത് സ്ത്രീക്കായിരിക്കും. അവളും നിന്ന് കൊടുത്തു, അല്ലെങ്കിൽ അവളിങ്ങനെ ചോദിച്ച് വാങ്ങി. ഷീ വാസ് ഡ്രസ്സിങ് പ്രൊവോക്കേറ്റീവ്ലി, ഷീ വാസ് ടോക്കിംഗ്, ഷീ വാസ് വാക്കിംഗ് പ്രൊവോക്കേറ്റീവ്ലി. അവളാണ് അങ്ങോട്ട് ചെന്ന് സെഡ്യൂസ് ചെയ്തത്, ടെംപ്റ്റ് ചെയ്തതെന്ന് പലപ്പോഴും പറയാറുണ്ട്. എന്താണ്, സോ മോസ്റ്റ് ഓഫ് ദ കേസസ് നമുക്കറിയാം, ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ എടുത്ത് നോക്കുമ്പോൾ, ഈ ഒരു ഡിസ്ക്രിമിനേഷൻ നടക്കുന്ന സമയത്തൊക്കെ പലപ്പോഴും എന്താണ്,
നടക്കുന്നത് ആ ഒരു പേട്രിയാർക്കൽ സൊസൈറ്റി ആകുമ്പോൾ ആ ഒരു മെൻ ആയിരിക്കും അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നതെങ്കിലും എപ്പോഴും അതിൻ്റെ ഒരു വിക്ടിം സൈഡായിട്ട് ഒരു ബ്ലെയിം വരുന്നത് വിമൻ്റെ കേസിലായിരിക്കും. ഞാൻ എക്സാമ്പിളായിട്ട് പറയുന്നത് നമ്മുടെ കാസ്റ്റ് സിസ്റ്റം ഒക്കെ പ്രിവലൻ്റ് ആയിരുന്ന സമയത്ത്, നോട്ട് ദി മോഡേൺ ടൈംസ്, ഐ എം ടോക്കിംഗ് അബൌട്ട് ദി ഏർലിയർ ടൈംസ് വെൻ ദർ വാസ് റിജിഡ് കാസ്റ്റ് സിസ്റ്റം. അതായത് ഈ ഒരു ജന്മി കുടിയാൻ വ്യവസ്ഥ ഉണ്ടായിരുന്ന സമയത്തൊക്കെ നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിലും കാണാൻ പറ്റും. പല നോവലിലും പറയുന്നത് ആ സമയത്തെ ലാൻഡ് ലോഡ്സ് ആണ് അവിടുത്തെ അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, അവിടുത്തെ ലോവർ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അവരുടെ ലേബറേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടെയും ഈ ഒരു സ്ത്രീകൾ വരുന്ന സമയത്ത് ഈ സ്ത്രീകളെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതാരെങ്കിലും പുറത്തറിയുകയാണെങ്കിൽ തന്നെ ഈ അപ്പർ കാസ്റ്റ് ആൾക്കാർക്ക് ഒരിക്കലും കുറ്റം വരാറില്ല. എപ്പോഴും ഈ സ്ത്രീക്കാണ് കുറ്റം വരുന്നത്. അവിടെ വിക്റ്റിമായി വരുന്നവർക്കാണ് കുറ്റം വരുന്നത്. അവരങ്ങോട്ട് പോയി ചോദിച്ചു വാങ്ങി അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ അവരാണ് ഇനീഷ്യേറ്റീവ് എടുത്തുന്ന രീതിയിൽ നമുക്ക് സൊസൈറ്റി പറയുന്നത്. അതുപോലെ തന്നെയാണ് കൂടുതലും ഇങ്ങനത്തെ അഫെയർസ് വരുന്ന സമയത്തും അല്ലെങ്കിൽ ഇങ്ങനത്തെ രീതിയിലുള്ളൊരു ടോക്ക് വരുന്ന സമയത്ത്, ഐ എം നോട്ട് സേയിങ് ഓൾ ദ ടൈം, ഐ എം സേയിങ് മോസ്റ്റ് ഓഫ് ദ ടൈം, ഒരു കൂടുതലും സൊസൈറ്റി ബ്ലെയിം ചെയ്യുന്നത് ഒരു മറ്റ് വ്യക്തിയായിരിക്കും. അങ്ങോട്ട് പോയി ഇനിഷ്യേറ്റീവ് എടുത്തു എന്നുള്ള രീതിയിൽ ആ ഒരു ലൈനാണ് ഇവിടെ കാണുന്നത്. പക്ഷെ എന്തായാലും ആ ഒരു ഡിവൈൻ റിട്രിബ്യൂഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ആ ഒരു കടൽക്കരയിൽ തന്നെ അത്രയും കാറ്റ് അടിക്കുന്നുണ്ട്, എല്ലാം തന്നെ മുങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ അത്രയും ഒരു വലിയൊരു വെള്ളപ്പൊക്കം സംഭവിച്ച് കര തന്നെ ഇല്ലാതാകുന്നു എന്ന് പറയുന്നു. And the last line is unlike what these novelists say, which means it is a critique on traditional narrative that may romanticize or ignore the problematic aspect of gender dynamics and objectification. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും ഈ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, അതുപോലെ തന്നെ ഈ ഒരു ഒബ്ജക്റ്റിഫിക്കേഷൻ അതിപ്പോഴും നമ്മൾ ബുക്സിൽ വായിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും നമ്മൾ പല രീതിയിലുള്ള മീഡിയയിൽ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് നോർമലൈസ്ഡ് ആയി കഴിഞ്ഞു എന്നാണ്. ഒരിക്കലും ഒരാൾക്കും ഇത് തെറ്റാണെന്നോ ഇതിലെന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്നോ തോന്നുന്നില്ല. ആരും തന്നെ ഇത് ക്വസ്റ്റ്യൻ ചെയ്യാനോ ഇത് ചാലഞ്ച് ചെയ്യാനോ ആലോചിക്കുന്നില്ല. അത്രമാത്രം ഇതൊരു റൊമാൻറ്റിസൈസ് ആയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നാച്ചുറലായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് നാച്ചുറൽ അല്ല എന്ന് മനസ്സിലാക്കേണ്ട സമയമായി. അതുപോലെ തന്നെ ഇങ്ങനത്തെ സ്റ്റോറീസിനെ, നറേറ്റീവ്സിനെ ചാലഞ്ച് ചെയ്യേണ്ട സമയവുമായി. ഇല്ലാത്ത പക്ഷം ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്റ്റീരിയോ ടൈപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് ആ ഒരു അവയർനെസ് ആണ് പോയറ്റ് ഇവിടെ തരുന്നത്. സോ അതാണ് ആ ഒരു ലാസ്റ്റ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോവലിസ്റ്റുകൾ പറയും ചിലപ്പോൾ ഇങ്ങനത്തെ ടോക്സിസിറ്റി കാണിക്കുന്നത് റൊമാൻറ്റിസൈസിങ് ആണ്, റൊമാൻസ് ആണ് എന്ന് പറയുന്നെങ്കിലും it's not romance, it's actually a form of stereotyping itself. സോ ഇതിലെ തീം എന്ന് പറയുന്നതും ഈ ഒരു മെയിൽ ഗേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫീമെയിൽ ഒബ്ജക്റ്റിഫിക്കേഷൻ ആൻഡ് ദി കോൺസെപ്റ്റ് ഓഫ് പെനോപ്റ്റിക്കോൺ, ദാറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് കോൺസ്റ്റൻറ്റ് ഒബ്സർവേഷൻ. കാരണം സൊസൈറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും തന്നെ എപ്പോഴും സൊസൈറ്റി സ്റ്റാൻഡേർഡിൻ്റെ കീഴിലാണ്. വി ഫീൽ ലൈക്ക് വി ആർ ബീങ് വാച്ച്ഡ്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കും, നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ, നമ്മളൊരു കാര്യം പറയുന്നതിന് മുന്നേ മറ്റുള്ളവരെന്ത് ചിന്തിക്കും, മറ്റുള്ളവരെങ്ങനെ എന്നെ കാണും എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ സൊസൈറ്റി നമ്മളെ 24/7 നോക്കി കാണുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതും പെനോപ്റ്റിക്കോണിൻ്റെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് ലൈനിൽ ആ ഒരു ട്രഡീഷണൽ നറേറ്റീവിനെയാണ് ചാലഞ്ച് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇങ്ങനത്തെ ഒബ്ജക്റ്റിഫിക്കേഷൻ പോലത്തുള്ള കാര്യങ്ങളെ റൊമാൻറ്റിസൈസ് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ഉള്ളൊരു ചോദ്യമാണ്. സോ ദി പോയറ്റ് ആക്ച്വലി കോൾസ് ഫോർ ദി ഓട്ടോണമി ആൻഡ് ഹ്യൂമാനിറ്റി ഓഫ് എവറി വൺ, എസ്പെഷ്യലി വിമൻ ഇൻ ദിസ് പോയം. And she is trying to create an awareness against the stereotyping of people and wants to create a society where women are seen not as any objects but as individuals with their own space and freedom and dignity. Okay, so അങ്ങനത്തെ രീതിയിലൊരു പോയമാണ് ഇതെന്ന് പറയാം. And that's it. So if you have anything more to add or if you have any opinion of your own, you can share it in the comment section as well. And I'll see you in the next video. Till then, take care.